ലോയർ ചാ ഓടി വരുവാണ്. അയാൾ നോക്കുമ്പോൾ മിൻകുക്ക് ഓടി രക്ഷപ്പെടുന്നത് കാണാം. ഹേസുങ്ങിന് എന്തോ പറ്റിയെന്ന് അയാൾക്ക് മനസ്സിലാവും. അയാൾ അവളുടെ പേര് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ കുത്തേറ്റ് നിലത്ത് കിടക്കുന്നത് കാണാം. ഇവളെ രക്ഷിക്ക്, ദയവ് ചെയ്ത്. ഹേസുങ്ങിനെ ഇപ്പോൾ സർജറി ചെയ്യാൻ കൊണ്ടുപോവാണ്. ചാ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. അയാൾ വിഷമിച്ച് കരയും. സൂഹയും അങ്ങോട്ട് വരും. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകും. ഇപ്പോൾ സർജറിക്ക് ശേഷം റൂമിൽ സൂഹ ഹേസിങ്ങിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്ന് പതിയെ എന്തോ കാര്യം പറയും. ഇപ്പോൾ പ്രസൻറ്റിലാണ്. ഡോക്ടറും ലോയർ ചായും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹേസിങ്ങിന് ബോധം വന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചായെ കാണും. അയാൾ അടുത്ത് വന്നിട്ട്, നീ എണീറ്റോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് എന്താ പറ്റിയേ? ഓപ്പറേഷൻ വളരെ നന്നായി നടന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട്, സൂഹയ്ക്ക് എന്ത് പറ്റി? സൂഹ എവിടെ? അനങ്ങരുത്, നീ ഇപ്പോൾ അനങ്ങാൻ പാടില്ല. സൂഹ എവിടെയെന്നല്ല ഞാൻ ചോദിക്കുന്നേ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും. ലോയർ ചാ അവളെ തടയും. ഇപ്പോൾ ഹേസുങ് പറയുന്നതായി നമ്മളെ കേൾപ്പിക്കും. ആ ദിവസത്തിന് ശേഷം സൂഹ അപ്രത്യക്ഷമായി. എനിക്ക് സൂഹയുടെ അങ്കിളിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അയാൾക്ക് സൂഹയുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. സത്യം പറഞ്ഞാൽ സൂഹയ്ക്കൊരു ഫാമിലി മെമ്പർ പോലും ഇല്ല. ഒരു ഉറ്റ സുഹൃത്ത് എന്ന് വിളിക്കാൻ പോലും ആരുമില്ല. കൊലപാതക ശ്രമത്തിൻ്റെ പേരിൽ മിൻകുക്കൊരു വാണ്ടഡ് പ്രതിയായി. മിൻകുക്ക് തിരിച്ചു വന്നാലോ എന്നോർത്ത് എൻ്റെ വീടിന് ചുറ്റുമുള്ള സെക്യൂരിറ്റി കൂട്ടി. ലോയർ ചാ അയാളുടെ പബ്ലിക് ഡിഫൻഡർ ജോലി ഉപേക്ഷിച്ചു. മിൻകുക്കിന് വേണ്ടി വാദിച്ചതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നേ? ജോലി ഉപേക്ഷിക്കാൻ അതൊരു കാരണമല്ല. എനിക്കത് വളരെ വലിയൊരു കാരണമാണ്. എൻ്റെ വാക്കുകൾ വിഷമാണ്. ആ വിഷം ഹേസുങ്ങിനെ ഉപദ്രവിച്ചു. വേറെന്ത് കാരണമാണ് ഇനി വേണ്ടേ? ഇനിയിപ്പോൾ എന്ത് ജോലിയാണ് നീ ചെയ്യാൻ പോകുന്നേ? ഞാൻ എൻ്റെ അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കാൻ പോവാ. ഞാൻ ഇടയ്ക്ക് കാണാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ പോകും. വീണ്ടും ഹേസുങ്ങിൻ്റെ ശബ്ദം കേൾക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് സൂഹയെയും മിൻകുക്കിനെയും കുറിച്ചുള്ള ന്യൂസ് കിട്ടി. വലിയ ഒരു കുളം. രാത്രിയിൽ കുറച്ച് ആളുകൾ അവിടെ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ നോക്കുമ്പോൾ കുളത്തിലൊരു മനുഷ്യൻ്റെ കൈപ്പത്തി പൊങ്ങി വരുന്നത് കാണാം. ഹേസുങ് വീട്ടിലായിരിക്കുമ്പോൾ ന്യൂസ് പറയുന്നത് കേൾക്കും. ഇന്നലെ രാത്രി ഏകദേശം 9 മണിക്ക് ഒരു ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി വെള്ളത്തിൽ പൊന്തി ഒഴുകുന്നതായി കണ്ടെത്തി. ആ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗർ പ്രിൻറ്റ് പരിശോധനയ്ക്ക് ശേഷം അത് കൊലപാതക ശ്രമത്തിൽ പിടികിട്ടാപ്പുള്ളിയായ മിൻകുക്കിൻ്റെതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മിൻകുക്കിൻ്റെ മൃതശരീരം എവിടെയെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി ബാക്കിയുള്ള ശരീരഭാഗത്തിൻ്റെ തിരച്ചിൽ പോലീസ് നടത്തിവരികയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച കൊലയാളിയുടേതെന്ന് കരുതുന്ന കത്തിയും സെൽഫോണും നാഷണൽ ഫോറൻസിക് സർവീസിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഹേസുങ് അതിശയപ്പെടും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവൾ അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസുകാരൻ ഫോണിലൂടെ വിളിച്ചു പറയുന്നത് കേൾക്കാം. മിൻകുക്കിൻ്റെ ബോഡി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എങ്കിലും എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കി നോക്ക്. നീ ആരാ? ഞാനൊരു പബ്ലിക് ഡിഫൻഡറാണ്, ഹേസുങ്. പണ്ട് പാർക്ക് സൂഹയെ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് സൈൻ ചെയ്തിരുന്നു. പാർക്ക് സൂഹ? നീ സൈൻ ചെയ്തെങ്കിൽ അവനെ ശ്രദ്ധിക്കണമായിരുന്നു. ആ കുട്ടി ഒരാളെ കൊന്നു. അവനാണ് അയാളെ കൊന്നതെന്ന് നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ? CCTVയിൽ അവനെ കിട്ടിയോ? പിന്നെന്താ സൂഹയാണെന്ന് എത്ര ഉറപ്പ്? അത് വേറെ വല്ലവരും ആയിക്കൂടെ? നിന്റെ വായിൽ എന്തെങ്കിലും മോട്ടോർ പിടിപ്പിച്ചിട്ടുണ്ടോ? ആദ്യം അവിടെ ഇരിക്കുക. അയാൾ ഒരു ഫയൽ എടുത്ത് ഹേസുങ്ങിൻ്റെ നേരെ നീട്ടിക്കൊണ്ട്, നോക്ക്, ശരിക്കും നോക്ക്, ഇത് വേറെ ആരെങ്കിലും ചെയ്തതെന്ന് ആരാ വിശ്വസിക്കുക? മിൻകുക്കിനോട് ദേഷ്യമുള്ളത് സൂഹയ്ക്കാണ്. എല്ലാ തെളിവുകളും അവനെതിരെയാണുള്ളത്. അത് മാത്രമല്ല, അവസാനമായി മിൻകുക്ക് സംസാരിച്ചതും സൂഹയോടാണ്. ക്രൈം സീനിൽ നിന്ന് കിട്ടിയ കത്തിയിലെ എല്ലാ ഫിംഗർ പ്രിൻറ്റും സൂഹയുടേതാണ്. ഇത്രയും തെളിവ് പോരെ സൂഹയാണ് മിൻകുക്കിനെ കൊന്നതെന്ന് പറയാൻ? സൂഹ, നിങ്ങളിപ്പോൾ അവനെ അന്വേഷിക്കുവാണോ? ഞങ്ങളവനെ വാണ്ടഡ് ലിസ്റ്റിൽ ഇടാൻ പോവാണ്. അവനെങ്ങാനും നിന്നെ വിളിച്ചാൽ അവനോട് വന്ന് കുറ്റസമ്മതം നടത്താൻ പറയണം. ഹേസുങ് പുറത്തേക്ക് ഇറങ്ങി വരും. അവൾ പറയും, അതൊരു സ്വപ്നമായിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ സൂഹ വന്ന് അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞത് കേൾപ്പിക്കും. നീ പേടിക്കുന്ന കാര്യം നടക്കില്ല. ഞാൻ എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യും. എന്നെ വിശ്വസിക്കണം. അല്ല, അതൊരു സ്വപ്നമേ ആയിരുന്നില്ല. സൂഹ അവൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ സൂഹയുടെ ക്ലാസ് മുറിയാണ്. അവിടേക്ക് 2 പോലീസുകാർ വരും. അവർ കുട്ടികളോട് ചോദിക്കും, ഇതിലേതാ സൂഹയുടെ ലോക്കർ? സ്വർണ്ണമുടിക്കാരി ഉടനെ വിളിച്ചു പറയും, സൂഹയ്ക്ക് ലോക്കറൊന്നുമില്ല, അവൻ ലോക്കർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നാൽ മറ്റവൻ വിടുവോ? അവൻ പറയും, ദേ ആ വലതുവശത്തുള്ളതാണെന്ന്. പോലീസുകാർ വന്ന് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. സ്വർണ്ണമുടിക്കാരി തെറിയും വിളിച്ചുകൊണ്ട് അവൻ്റെ പുറകെ വരും. ഹേ കിം ചുങ്കി, അവൾ അവനെ തൊഴിച്ച് താഴെയിടും. എന്തിനാടാ നീ പോലീസുകാരോട് അവനെക്കുറിച്ച് പറഞ്ഞ്? നീ തീർന്നടാ, നീ തീർന്നെന്ന് പറഞ്ഞ് അവൾ അവനെ പൊതിരെ തല്ലും. സുഹയുടെ ഡയറിയും ഹെഡ്ഫോണും അവൻ്റെ ബാഗിൽ നിന്ന് ദേ നിലത്ത് വീണ് കിടപ്പുണ്ട്. പോലീസുകാരോട് പറയുന്നതിന് മുമ്പ് അവൻ ഇതെല്ലാം എടുത്ത് അവൻ്റെ ബാഗിലാക്കിയിരുന്നു.
ഇപ്പോൾ ഓഫീസിൽ സ്വർണ്ണമുടിക്കാരി വന്ന് ഹേസിങ്ങിൻ്റെ കയ്യിൽ നെയിൽ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നിനക്ക് സുഹയെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എൻ്റെ പകുതി മനസ്സ് പറയും അവനെ കണ്ടെത്തണം, എങ്കിൽ എനിക്ക് അവനെ കാണാലോ എന്ന്. പക്ഷേ ബാക്കി പകുതി പറയും അവനിനി ജീവിതകാലം മുഴുവൻ ഒളിച്ചിരുന്നാൽ മതിയെന്ന്. നീ സുഹയെ മിസ് ചെയ്യുന്നില്ലേ? നിനക്ക് സുഹയെ ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയേ. എനിക്കവനെ ഇഷ്ടമാണ്, മിസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ പിടിക്കപ്പെട്ട സുഹ ജയിലിൽ പോകില്ലേ? സൂഹയാണ് കൊലയാളിയെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട്, നിങ്ങൾക്കെന്താ തോന്നുന്നേ? ഇല്ല, അവനാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഞാൻ കരുതുന്നില്ലെന്നല്ല, എനിക്കറിയാം സൂഹയല്ല കൊലയാളി. എനിക്കത് 100% ഉറപ്പാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും ഉറപ്പാണ്. കാരണം നിങ്ങൾ എന്നെക്കാൾ സ്മാർട്ടാണ്. നെയിലെല്ലാം സെറ്റായെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. എന്തോ ആലോചിച്ച് തിരിച്ചു വന്ന് ഹേസിങ്ങിനോട് പറയും, എനിക്ക് നിങ്ങൾക്കൊരു സാധനം തരാനുണ്ട്. സൂഹ അന്ന് ഉപേക്ഷിച്ചു പോയ പാവയെടുത്ത് അവൾ നീട്ടും. ഇതെന്താ? ഇത് സൂഹ നിനക്ക് തരാനിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നേ. പക്ഷെ അവനൊരു ചാൻസ് കിട്ടിയില്ല. ഒരു പാവ എനിക്കോ? അവൻ എനിക്ക് തരാനിരുന്നതാണെന്ന് നിനക്ക് ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പാ, 100% ഉറപ്പ്. ഹേസുങ്ങാണിൽ ഇത് എനിക്കെന്തിനാണാവോ എന്നോർത്തിരിക്കും. രാത്രിയായി അവൾ വീട്ടിലേക്ക് വരും. ബാഗ് ഒരു വശത്ത് വെച്ച് അവളും ആ ബെഞ്ചിലിരിക്കും. പതിയെ ഉറക്കം തൂങ്ങി ബാഗിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഹേസുങ്, ഗുഡ് ജോബ്. ഇതെന്താ? ഇത് സൂഹയുടെ വോയിസ് ആണല്ലോ എന്ന് പറഞ്ഞ് അവൾ ബാഗ് തുറന്ന് ആ പാവ കയ്യിലെടുക്കും. ഓ, ഇതൊരു ടോക്കിംഗ് ടെഡി ബിയർ ആയിരുന്നോ? അവൾ അതിൻ്റെ വയറ്റിൽ ഞെക്കുമ്പോൾ വീണ്ടും കേൾക്കും, ഹേസുങ്, ഗുഡ് ജോബ്. ഗുഡ് ജോബോ? എന്ത്? പണ്ടവൾ പറഞ്ഞ കാര്യം അവൾ ഓർക്കും. സൂഹ, ഞാൻ ചെയ്തത് ശരിയാണെന്ന് നിനക്കൊരു 10 വട്ടം പറയാമോ? അവൾ വീണ്ടും വീണ്ടും ആ പാവയിൽ ഞെക്കി അവൻ്റെ ശബ്ദം കേൾക്കും. അവൾക്ക് സന്തോഷവും സങ്കടവുമെല്ലാം ഒരുപോലെ വരും. 1 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി കാണുന്നത്. ഹേസുങ്ങ പണ്ടത്തെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റൈലായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ആ വീടിൻ്റെ കോലം കാണിക്കും. അവളുടെ പഴയ സ്വഭാവമെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ ആകെ മൊത്തം വൃത്തികേടായി കിടക്കുവാണ്. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടെ സൂഹയുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ അവൾ നിരാശയോടെ അവരെ നോക്കും. ഇപ്പോൾ ഒരു സവനയാണ് കാണിക്കുന്നത്. ലോയർ ചാ അവിടെ അയാളുടെ ബിസിനസ് നോക്കി നടത്തുകയാണല്ലോ. അയാൾ ആരോടോ വെടി പറഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ ആരോ എന്തോ സാധനം വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ട് അയാൾ ഓടിച്ചെല്ലും. ഒരു നിമിഷം എന്ന് പറഞ്ഞ് കുലുക്കി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതാരാണെന്ന് അയാൾ ശ്രദ്ധിക്കുന്നത്. ഓ, ഇത് നീയായിരുന്നോ ചോയി? ഞാൻ ആകെ മടുത്തത് കൊണ്ട് നിങ്ങളെ വന്ന് കാണാമെന്ന് വെച്ചു. മൂത്ത വക്കീൽ എങ്ങനെ ഇരിക്കുന്നു? അയാൾ ചാവാറായി. 3 ആൾ ചെയ്തുകൊണ്ടിരുന്ന പണിയല്ല ഇപ്പോൾ അയാളും ഹേസുങ്ങും കൂടിയല്ലേ ചെയ്യുന്നേ. കഴിഞ്ഞ 1 വർഷമായി അവർ രണ്ടും സംസാരിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ഹേസുങ്ങിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ലേ? അവൾ നന്നായിരിക്കുന്നല്ലേ? അവൾ 1 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. നീ എന്താ ഉദ്ദേശിച്ച്? അവൾ പിന്നെ ചെറുപ്പമായോ? ചോദിക്കുകയാണ് ദേഷ്യം വന്നിട്ട്. നിങ്ങൾ എങ്ങനെ ഇത്ര പൊട്ടനാവുന്നേ? നിങ്ങൾ ഒരിറ്റ് മാറിയിട്ടില്ല. ഇപ്പോൾ ഹേസുങ്ങിനെ കാണിക്കും. അവൾ വീണ്ടും പഴയതുപോലെയായി. യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് കേസ് വാദിക്കുന്നത്. കേസിനെക്കുറിച്ച് പഠിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയും. അവൾ തിരിച്ച് ബസ്സിൽ പോകുമ്പോൾ മരിച്ചുപോയ അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കും. അമ്മ, ഇന്നൊരു മോശം ദിവസമായിരുന്നു. എല്ലാവരും എന്നോട് നുണയാണ് പറയുന്നേ. ഞാൻ ഇനി ഈ ജോലി തുടരണോ? മുകളിലേക്ക് നോക്കുമ്പോൾ പണ്ടയച്ച മെസ്സേജുകളെല്ലാം കാണാം. അമ്മ, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡ്രാമ ഇന്നലെ തീർന്നു. ആ മോള് അവസാനം അവളുടെ അമ്മയെ കണ്ടെത്തി. അവർ 2 പേരും കൂടി ഒരുപാട് കരഞ്ഞു. അമ്മ, എനിക്ക് വിശപ്പില്ലാത്തപ്പോൾ ഞാൻ എന്താ കഴിക്കേണ്ടത്? എനിക്ക് അമ്മയെ കൂട്ടി വിദേശത്തൊരു യാത്ര പോകണം. ഞാനിപ്പോൾ വളരെ അപ്സെറ്റാണ്. എനിക്കെൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അമ്മ, ഇന്ന് മദേഴ്സ് ഡേ ആണ്. അങ്ങനെ അവൾ അമ്മയ്ക്ക് അയച്ച മെസ്സേജുകളെല്ലാം വായിച്ച് നെടുവീർപ്പിടും. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഹെഡ്ഫോണും വെച്ച് സൂഹയെ പോലെ ഒരാൾ പോകുന്നത് കാണാം. അവൾ ഉടനെ വണ്ടി നിർത്തിച്ച് അവിടെ ഇറങ്ങി. സൂഹ, സൂഹ എന്ന് വിളിച്ച് അവൾ അയാളുടെ പുറകെ ഓടിച്ചെല്ലും. പക്ഷേ അത് വേറെ ആരോ ആയിരുന്നു. അവൾ ആകെ നിരാശപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് 2 പോലീസുകാർ വരും. അവിടെയുള്ള ഒരു അപ്പൂപ്പനോട് അവർ ചോദിക്കും, ഇവിടെ പാർക്ക് സൂഹ എന്നൊരാൾ താമസിക്കുന്നുണ്ടോ? പാർക്ക് സൂഹ? അവർ സൂഹയുടെ ഒരു ഫോട്ടോ എടുത്ത് അയാളെ കാണിക്കും. ഇപ്പോൾ ഒരു പാവം പയ്യൻ കോഴിക്കൂട്ടിലിരുന്ന് മുട്ട പെറുക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. അയാൾ അങ്ങോട്ട് സുൻവുക്ക് എന്ന് വിളിച്ചുകൊണ്ട് വന്ന്, ദേ 2 പേരും നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അവൻ തിരിഞ്ഞു നോക്കും. നിന്റെ പേര് പാക് സൂഹ എന്നാണോ എന്ന് പോലീസുകാർ ചോദിക്കും. അവൻ ഇങ്ങനെ നിഷ്കളങ്കമായി ആലോചിച്ചുകൊണ്ട് മുൻപോട്ട് നോക്കുമ്പോൾ ഹേസുങ്ങിൻ്റെ വീട് കാണാം. ഇപ്പോൾ ഹേസുങ്ങിൻ്റെ ഫോണിലൊരു കോള് വരും. അവൾ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട്, എന്ത്, നിങ്ങൾ സൂഹയെ കണ്ടെത്തിയെന്നോ? അവൾ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് പോലീസുകാർ പറഞ്ഞ കാര്യം ആലോചിക്കും. അവൻ ഒളിച്ചു ജീവിക്കുകയായിരുന്നു. അവനവൻ്റെ പേര് വരെ സുൻവുക്ക് എന്ന് മാറ്റി. അവൻ വളരെ വൃത്തിയായി അവൻ്റെ ഐഡൻറ്റിറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്.
അവൾ ഓടി പോലീസുകാരൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, സൂഹ എവിടെ? അവനിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ഓക്കെ ആണോ? അവൻ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ? അവൻ പെർഫെക്റ്റ്ലി ഫൈനാണ്. പക്ഷേ ഒന്നുകിൽ അവൻ വളരെ സ്മാർട്ടാണ്, അല്ലെങ്കിൽ ശരിക്കും പൊട്ടനാ. അതിലേതാ അവനെന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അവൾ അതിനൊന്നും നിൽക്കാതെ വേഗം സ്റ്റേഷനിലേക്ക് ഓടിക്കയറും. അവൻ അവിടെ ഇരിപ്പുണ്ട്. അവൾ സൂഹ എന്ന് വിളിക്കും. അവൻ പതിയെ തിരിഞ്ഞു നോക്കും. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അടിയൊക്കെ കൊടുത്ത്, നീ എവിടെയായിരുന്നടാ ഇത്രയും കാലം? എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ എന്ന് പറയും. അവൾ അവനെ തിരിച്ചും മറിച്ചും നോക്കി, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അവൻ്റെ കയ്യിൽ വിലങ്ങ് കണ്ടിട്ട്, ഇവരെന്തിനാ നിന്നെ വിലങ്ങണിയിച്ചിരിക്കുന്നേ? അവനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ, എൻ്റെ പേര് പാക് സൂഹ എന്നാണോ? ഇവിടെയുള്ള എല്ലാവരും എന്നെ ആ പേര് വെച്ചാ വിളിക്കുന്നേ. നിനക്ക് എന്നെ അറിയുമോ? ഹേസങ് ഇതെന്താണെന്നോർത്ത് അന്തം വിടും.